ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് നിൽക്കുന്നത് കോയമ്പത്തൂരിനടുത്തുള്ള ഇഷ യോഗ സെൻറ്ററിലാണ്. കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം ഒരു 20-25 കിലോമീറ്റർ ഉണ്ട് ഇവിടെ വരാനായിട്ട്. അപ്പോൾ ഇത് ഒരു ഗ്രാമപ്രദേശത്താണ് ഇതുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ നമുക്കിന്ന് കാണാം. ഇവിടെ വരുന്ന വഴിയൊക്കെ നന്നായിരുന്നു. കോയമ്പത്തൂർ സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയെല്ലാം നന്നായിരുന്നു. കാരണം ഒരു തമിഴ്നാട് ഗ്രാമത്തിനകത്തുകൂടിയാണ് ഇവിടേക്ക് വരുന്നത്. ഗ്രാമത്തിനകത്ത് തന്നെയാണ് ഇതുള്ളത്. വരുന്ന വഴിയെല്ലാം ഒരുപാട് കൃഷി സ്ഥലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കമുകിൻ്റെ കൃഷി, മത്തങ്ങ, അതിൻ്റെയൊക്കെ കൃഷി സ്ഥലങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. തെങ്ങൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പാർക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് 2 വീലറിന് 10 രൂപയും കാറിനാണെങ്കിൽ 30 രൂപയാണ് പാർക്കിംഗ് ഫീ വരുന്നത്. എൻട്രൻസിൽ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നടക്കാനുണ്ട് ഈ സ്റ്റാച്ചുവിൻ്റെ അവിടെ എത്താനായിട്ട്. നമ്മളിപ്പോൾ നടന്നു വന്നിട്ട് ഇതിൻ്റെ പുറക് സൈഡിലാണ് എത്തിയത്. ആദിയോഗിയുടെ സ്റ്റാച്ചു നമുക്ക് അവിടെയായിട്ട് കാണാം. അതിൻ്റെ പുറക് സൈഡിലായിട്ടാണ് നമ്മളെത്തിയത്. നല്ല വലുതാണ്. ഇവിടെ ഇതേപോലത്തെ കുറേ സ്പീക്കേഴ്സ് ഉണ്ട്. ഈ സ്പീക്കേഴ്സിലൊന്ന് ചാൻഡിങ്ങും ഒത്തിരി കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ നടക്കാൻ വയ്യാത്തവർക്കല്ല, കാളവണ്ടിയും വേണമെന്നുള്ളവർക്ക് യൂസ് ചെയ്യാം. കാളവണ്ടി എന്ന് പറഞ്ഞാൽ ഒരു മോഡേൺ ടൈപ്പ് കാളവണ്ടിയാണ്, പഴയ മോഡലല്ല. നമ്മുടെ ടയറൊക്കെ വെച്ചിട്ടുള്ള ഒരു കാളവണ്ടി മോഡലാണ് ഉള്ളത്. മോഡേൺ കാളവണ്ടി ഇതാണ് ഇവിടുത്തെ കാളവണ്ടി. ആദിയോഗി സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇതാണ്. ഇത് ആദിയോഗി ഒന്ന് ചെറുതായിട്ട് സ്മൈൽ ചെയ്തുകൊണ്ടുള്ള ഒരു രൂപമാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ കഴുത്തിലായിട്ടൊരു രുദ്രാക്ഷം കൊണ്ടുള്ള ഒരു വലിയ മാലയുണ്ട്. രുദ്രാക്ഷം എന്ന് വെച്ചാൽ ഒറിജിനൽ രുദ്രാക്ഷം എന്ന് വെച്ചാൽ ചെറിയ രുദ്രാക്ഷങ്ങൾ കൊണ്ടുള്ള മാലയാണത്. നല്ല തിരക്കുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ അർത്ഥകായ പ്രതിമയാണ് ഇത്, ഈ ആദിയോഗിയുടെ ഈ സ്റ്റാച്ചു എന്ന് പറയുന്നത്. അർത്ഥകായ പ്രതിമ എന്ന് പറയുമ്പോൾ നമ്മുടെ നെഞ്ച് വരെയുള്ള ബിംബത്തിനെയാണ് അർത്ഥകായ പ്രതിമ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രൂപത്തിൽ ഏറ്റവും വലിയ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമയാണിത്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, ഇത് നേരിട്ട് കാണാനാണെങ്കിൽ ഇത് നല്ല വലുതാണ്. അവിടെ ആൾക്കാർ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ അത്രയും അതെ അത്രയും വലിയൊരു പ്രതിമയാണ്. നമ്മുടെ ആഴിമല ക്ഷേത്രത്തിനേക്കാൾ അതൊരു ശിവൻ്റെ ഒരു മുഴുവനായിട്ടുള്ള രൂപമാണ്. പക്ഷെ അതിനേക്കാളും വലുതായിട്ടാണ് ഇവിടെ തോന്നുന്നത് കാണുമ്പോഴേക്കും. അതിനേക്കാളും വീതിയും ഉണ്ട്, നല്ല പൊക്കവും ഉണ്ട്. ഇത്രയും ഒരു എന്താ പറയുക, മുഖവും അർത്ഥകായ പ്രതിമയാണെങ്കിൽ പോലും അത്രയും വലുതാണിത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വേലി ഉണ്ടാക്കിയിരിക്കുന്നത് തൃശ്ശൂലങ്ങൾ കൊണ്ടാണ്, ശിവൻ്റെ തൃശ്ശൂലങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു തൃശ്ശൂലം തന്നെ ഏകദേശം നമ്മുടെ അത്രയും ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ പ്രതിമയുടെ ഉയരം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതെ, അത്രയും വലിയ പ്രതിമയാണ്. നമ്മുടെ ആഴിമല ശിവക്ഷേത്രം എന്ന് പറയുന്നത് ഇതിൻ്റെ ഏകദേശം ആ കഴുത്ത് വരെയൊക്കെ വരുള്ളൂ പൊക്കം എന്ന് പറയുന്നത്. പൊക്കം മാത്രം. പക്ഷെ ഇത് നല്ല വീതിയിലും തന്നെ ഉണ്ട്. ഹൈറ്റ് മാത്രമല്ല, നല്ല വീതിയിലും ഉണ്ട്. അപ്പോൾ ഈ തൃശ്ശൂരം കൊണ്ടുള്ള വേലി ഇതിന് ചുറ്റും തന്നെ ഉണ്ട്. ഇതിൻ്റെ ഈ രുദ്രാക്ഷമാല ഉണ്ടാക്കിയിട്ടുള്ളത് ഒരുപാട് കുഞ്ഞു രുദ്രാക്ഷമാലകൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഇതിൻ്റെ ഇത്രയും വലിയ രുദ്രാക്ഷമാല ഉണ്ടാക്കിയിട്ടുള്ളത്. അത്രയും വലുതാണിത്. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ നേരിട്ടൊന്ന് കണ്ടതിന് ഇതിൻ്റെ ആ വലിപ്പം അറിയണം. കാരണം അത്രയും ഒരുപാട് 1 ലക്ഷക്കണക്കിന് രുദ്രാക്ഷങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ മാല ഉണ്ടാക്കിയിരിക്കുന്നത്. സ്കൾപ്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റീൽ കൊണ്ടാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, ആ ഒരു 3D ഡയമെൻഷനിൽ കറക്റ്റായിട്ട് കറക്റ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ നോസ് ആയാലും ഐസ് ആയാലും ലിപ്സ് ആയാലും. പിന്നെ ടു മൈ സർപ്രൈസ്, ആ ഇയർ റിങ്സ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ വിചാരിച്ചത് സ്റ്റാച്യു പോലെ എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത് കാറ്റിലാടുന്നുണ്ട്. അത് വാസ് എ ഡിസ്കവറി ഫോർ മീ. പിന്നെ ഇവിടെ സാധാരണയായിട്ടൊരു 3D ലേസർ ഷോ ഉണ്ട്. അതായത് ഓഡിയോയും ലൈറ്റ്സും ഒക്കെ വെച്ചിട്ട് 14 മിനിറ്റ്സ് ഡ്യൂറേഷനുള്ള ഒരു ലേസർ ഷോ ഉണ്ട്. അത് സാധാരണ നടത്തുന്നത് വീക്കെൻഡ്സിലും സർട്ടൺ ഒക്കേഷൻസിലുമാണ് നടത്തുന്നത്. എന്നുണ്ടോയെന്ന് അറിയത്തില്ല.
ഉണ്ടെങ്കിൽ നമുക്ക് കാണാം അല്ലേ? ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പുറകിലായി കാണുന്ന ആ മലനിരകൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു സ്റ്റാച്ചു വരുന്നത്. അപ്പോൾ ആ മലനിരകൾ ഇതിന് കൂടുതൽ ബ്യൂട്ടി നൽകുന്നുണ്ട്. അതെ അതെ, ഇതിൻ്റെ ഷോൾഡറിൻ്റെ ലെവലിൽ മാത്രമേ ആ മലനിരകൾ പുറകിലായിട്ട് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു സൺസെറ്റും സൺറൈസും എന്ന് പറയുന്നത് ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ തന്നെയായിരിക്കും. ഞങ്ങൾ അതുവരെ നിൽക്കുന്നില്ല ഇവിടെ. ഷോൾഡറിൻ്റെ ലെവലിലായതുകൊണ്ട് തന്നെ നല്ല തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫീലിംഗ് തോന്നത്തില്ലേ? നോക്കി നോക്ക്, ആ ചന്ദ്രക്കല ഉള്ളല്ലേ. ശില്പത്തിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ഇതാണ്. നമ്മൾ ആക്ച്വലി വണ്ടി പാർക്ക് ചെയ്ത് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു സ്ഥലത്താണ് വണ്ടി പാർക്ക് ചെയ്തത്. അവിടെ നിന്ന് വന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ കൂടി നമുക്ക് കറങ്ങി പോകാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റാച്ചുവിൻ്റെ പുറകിൽ നിന്നുള്ള വ്യൂ ഇതാണ്. പുറകിൽ നിന്ന് ആക്ച്വലി ഒരു എൻട്രൻസ് ഉണ്ട്, പക്ഷെ അത് അടച്ചു വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് പുറകു സൈഡിൽ കൂടി കയറാൻ പറ്റത്തില്ല. ഫ്രണ്ട് പോയിട്ട് വേണം അകത്ത് കയറാനായിട്ട്, ശില്പത്തിൻ്റെ അടുത്ത് ഒരുക്കി പോകാനായിട്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കൃഷി സ്ഥലങ്ങളാണുള്ളത്. ഇനി ഞങ്ങൾ ഈ സ്റ്റാച്ചുവിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയുള്ള എൻട്രൻസ്, ഈ ബാക്ക് സൈഡിൽ കൂടി ഇറങ്ങിയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള മെയിൻ എൻട്രൻസ് പോയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് അടുത്ത് നമുക്ക് യോഗ സെൻറ്റർ വരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇനി പോകുന്നത്. ആ യോഗ സെൻറ്ററിനകത്ത് ഫോണും വേറെ ഒന്നും അലൗഡല്ല, ഫോണും ബാഗും ഒന്നും അലൗഡല്ല. അത് ഇവിടുത്തെ കൗണ്ടറിൽ വെച്ചിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് വന്നതിന് ശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം. ഇവിടെ ഈ മന്ത്രങ്ങളുള്ള ബോക്സുകൾ ഒരുപാട് വെച്ചിട്ടുണ്ട്. ഇത് സ്പീക്കറാണ്. സ്പീക്കറിൽ നമ്മുടെ മന്ത്രങ്ങൾ ഒരുപാടാണ് ചെയ്യുന്നത്. നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് പോകുന്ന വഴിയാണിത്. അപ്പോൾ ഈ വഴിയിലാണ് രണ്ട് സൈഡും മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്കായിട്ട് ഈ മന്ത്രങ്ങൾ ഉരുവിടുന്ന സ്പീക്കറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് നമുക്ക് നല്ല കാമായിട്ടുള്ള മൈൻഡായിട്ട് നമുക്ക് ഇതാണ് നമ്മുടെ യോഗ സെൻറ്ററിലേക്കുള്ള എൻട്രൻസ്. ഇതാണ് ഒരു നാഗത്തിൻ്റെ പടമൊക്കെ ഫ്രണ്ടിൽ കൊത്തി വെച്ചിട്ടുണ്ട്. അതാണ് യോഗ സെൻറ്ററിലേക്കുള്ള എൻട്രൻസ്. ഇതിനകത്ത് കയറിയിട്ട് നമ്മുടെ ചെരുപ്പൊക്കെ അവിടെ ഒരു ബാഗ് തരാം അവർ. അതിനകത്ത് വെച്ചിട്ട് നമ്മൾ ചെരുപ്പിടാതെ വേണം അകത്തോട്ട് കയറാം. അകത്തോട്ട് കയറുമ്പോൾ തന്നെ ആദ്യം ആണുങ്ങൾക്ക് കുളിക്കാനും പെണ്ണുങ്ങൾക്ക് കുളിക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് കുളങ്ങളുണ്ട്. സൂര്യകുണ്ടും ചന്ദ്രകുണ്ടും. സൂര്യകുണ്ട് ആണുങ്ങൾക്കും ചന്ദ്രകുണ്ട് ലേഡീസിനുള്ളതാണ്. പിന്നെ അതിനകത്ത് നമുക്ക് യോഗ സെൻറ്ററും പിന്നെ ധ്യാന കേന്ദ്രവും ഒക്കെ ഉണ്ട്. അതെല്ലാം വേറെ ഒരു ലെവൽ എക്സ്പീരിയൻസ് ആണ്. ധ്യാനലിംഗം ഇതൊക്കെ ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. അകത്ത് കയറുമ്പോൾ തന്നെ അകത്ത് കയറി നമ്മൾ എന്താ പറയുക, ചന്ദ്രകുണ്ട് സൂര്യകുണ്ട് കടന്ന് കുറച്ചകത്തേക്ക് പോകുമ്പോൾ തന്നെ വേറെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിനകത്തുള്ളത്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടെല്ലാം മരങ്ങളും പിന്നെ ഈ ഒരു ആശ്രമത്തിൻ്റെ ലെവലുള്ള സംഭവങ്ങളെല്ലാം എല്ലാം നല്ല രീതിയിൽ അവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള കൊത്തുപണികളും ആ ഒരു സ്ട്രക്ചറും ഈ കെട്ടിടത്തിൻ്റെ ആ ഒരു സ്ട്രക്ചറും എല്ലാം അടിപൊളിയാണ് അകത്തുള്ളത്. അപ്പോൾ അകത്തോട്ട് ക്യാമറ വേറെ ഒന്നും അലൗഡല്ല. നമുക്ക് പോവുക, അത്ര തന്നെ പോയി കുറച്ച് നേരം വേണമെങ്കിൽ ധ്യാനിക്കാം, ആ കുളത്തിലിറങ്ങി കുളിക്കാം, ഇതൊക്കെ ചെയ്യാം. എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇതിനകത്ത്. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.